ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് പുതിയൊരു തുടക്കത്തിൻ്റെ ആവശ്യകതയൊന്നുമില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ചിലപ്പം ചില ടോപ്പിക്ക് മിസ്സായിട്ടുണ്ടായിരിക്കും, ചില ചാപ്റ്റേഴ്സ് ആയിരിക്കും, അതെന്തും ആയിക്കോട്ടെ. നമ്മൾ തുടർന്ന് വെച്ചൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താണ് നമ്മളിനിയും പോകേണ്ടത്. ഓൺലൈനിൽ പഠിക്കുമ്പം മെറിറ്റ്സ് പോലെ തന്നെ ഡീമെറിറ്റ്സും ഉണ്ട്. മെയിൻ ഒരു ഡീമെറിറ്റാണ് ഈ ഫോൺ യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ തുടങ്ങുന്ന അതേ ശുഷ്കാന്തി നമുക്ക് ലാസ്റ്റ് വരെ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം എടുക്കുന്ന എഫേർട്ടൊക്കെ വെറുതെ ആയിപ്പോവും. അതിൽ മെയിൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഫോൺ യൂസേജ്. നമ്മൾ ഫോൺ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമ്മൾ ട്രാക്ക് ഔട്ട് ആയിപ്പോവും. അപ്പോൾ ഫോൺ നിങ്ങൾ ഇപ്പോൾ നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പതിയെ ഫോണിൻ്റെ ആ യൂസേജ് കുറച്ച് കൊണ്ടുവരിക. ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രം ഫോൺ യൂസ് ചെയ്യുക. അല്ലാതെ കൂടുതൽ സമയം ഫോണിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പഠിത്തത്തെ ബാധിക്കും. കാരണം നമ്മളിനിയും ഒരു ക്രൂഷ്യലായിട്ടൊരു ഇയർ ആണെന്ന് തന്നെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അടുത്തത് പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചാൽ അടുത്ത ദിവസം നിങ്ങൾ അത് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം പഠിക്കാൻ ശ്രമിക്കാൻ. അല്ലാതെ ഒരിക്കലും ഇന്ന് കുറേ പഠിച്ചു അതുകൊണ്ട് നാളെ കുറച്ച് പഠിച്ചാൽ മതി, അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി വേണം നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എഴുതി, അല്ലെങ്കിൽ ഇപ്പം ഫിസിക്സിൻ്റെ ടോപ്പിക്ക് കവർ ചെയ്യണം, ബയോളജി റീഡ് ചെയ്യാനാണെങ്കിൽ അത് എല്ലാം സെറ്റ് വെച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേനും നിങ്ങളതെല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പം അത് നമുക്ക് നാളത്തേക്ക് ഒരു ഉണർവും കൂടെ തരും. നാളെ അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്കത് പ്രചോദനമായിരിക്കും. പിന്നെ പറയണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. ഇപ്പം ഞാൻ ഉൾപ്പെടെ സ്ട്രെസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ റിയലൈസ് ചെയ്തു, ഇനി നമ്മൾ അത് ഒരിക്കലും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കിനി ഒരു വർഷം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്, അതനുസരിച്ച് വേണം നമ്മളിനി പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നിങ്ങൾ തിരിച്ചറിയുക എവിടെയായിരുന്നു നിങ്ങൾക്ക് ഒരു പാളിച്ച പറ്റിയത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, അത് കണ്ടെത്തി അതാണ് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ല. അതായിരുന്നു എനിക്ക് പറ്റിയ മെയിൻ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഫിസിക്സിൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തില്ല. ബയോളജി ഞാൻ വലിയ എന്താ പറയുക, ഈസി ആണല്ലോ എന്നുള്ള രൂപത്തിൽ വെച്ചിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റിയ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണാം. എന്തായാലും ഈ വീഡിയോ കാണുന്നത് ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഈ ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഇപ്പം കല്യാണം വരും, പാല് കാച്ച് വരും, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇനി നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്യും. നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും എല്ലാം നമ്മുടെ ആ ഒരു വിജയം കണ്ടിട്ട് തിരിച്ച് നമ്മളെപ്പറ്റി നല്ലത് പറയും. അത് നമ്മൾ സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എവിടെ നിലത്തൊരു എനർജി വരും. ഇപ്പോൾ തന്നെ നമ്മൾ കുറേ പേരുടെ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ, റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ, വെറുതെ കുറേ പൈസ പോലെ, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ നമ്മളെ കേൾക്കുകയും കേൾക്കാതെയും പറയുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഉള്ളൊരു മറുപടി ആയിരിക്കണം അടുത്ത വർഷത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ അത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഒരിക്കലും പിന്നോട്ട് മാറത്തില്ല. പിന്നെ മറ്റുള്ളവരെ വെച്ച് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. ഇപ്പോൾ ഫിസിക്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ബയോളജി അത്ര അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ മാർക്കും മറ്റുള്ളവരുടെ മാർക്കും ഒന്നും വെച്ച് നോക്കരുത്. നമുക്ക് എവിടെയാണോ അറിയാത്തത് അത് നമ്മൾ അറിയാത്ത ഭാഗം വീണ്ടും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ചെടുക്കാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ മാർക്കും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ വീണ്ടും താഴോട്ട് പോകത്തുള്ളൂ. അതിനൊരിക്കലും നിങ്ങൾ അവസരം കൊടുക്കരുത്. ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമയം കിട്ടും. അതുമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എത്ര കണ്ടിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ നമുക്ക് വേറൊരു സോഴ്സ് തേടുകയും ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണെങ്കിലും ഇപ്പം കുറേ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ക്ലാസ് എടുത്താലും നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ റിപ്പീറ്റേഴ്സ് ബാച്ചും ഒരു ജൂൺ 15 ശേഷമേ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇനി എങ്ങനെ പോയാലും ഒരു 20-25 ഡേയ്സോളം ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുക, നമുക്ക് ബേസ് പഠിക്കുന്നവർക്ക് ബേസ് പഠിക്കുക, അതല്ല നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള സമയമുണ്ട്.
അത് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.